ചോക്കാട് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടുപന്നിയെ വന്യമൃഗങ്ങൾ വേട്ടയാടി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചേനപ്പാടി ഡിവിഷനിലെ 2004 ഏരിയയിലാണ് പന്നിയെ വേട്ടയാടി കൊന്നുതിന്നതായി കാണപ്പെട്ടത്. കുറുനരി പോലുള്ള മൃഗങ്ങളാവാം പന്നിയെ വേട്ടയാടി കൊന്നതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ബുധനാഴ്ച പുലർച്ചെ ടാപ്പിംഗിനെത്തിയ തൊഴിലാളികളാണ് പന്നിയുടെ ജഡം കണ്ടെത്തിയത്. പന്നിയുടെ വയറിന്റെ ഭാഗമാണ് വന്യമൃഗങ്ങൾ ഭക്ഷിച്ചിട്ടുള്ളത്. ആന്തരിക അവയവങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലുമാണ്. തൊഴിലാളികൾ ടാപ്പിംഗിനെത്തുന്നത് കണ്ട് മൃഗങ്ങൾ ഓടിയതാവാമെന്നാണ് കരുതുന്നത്. ചോരയൊലിക്കുന്ന നിലയിലായിരുന്നു പന്നിയുടെ ജഡം. പന്നിയെ വേട്ടയാടിയതിന്റെയും ഭക്ഷിച്ചതിന്റെയും രീതികൾ കണ്ടിട്ട് കാട്ടുപട്ടി ഇനത്തിൽപ്പെട്ട കുറുനരി, ചെന്നായ, കുറുക്കൻ തുടങ്ങിയ മൃഗങ്ങളാവാം പന്നിയെ ആക്രമിച്ചതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. വലിയ പന്നിയെ വേട്ടയാടാൻ ശേഷിയുള്ള കാട്ടുപട്ടികളുടെ സംഘം വനത്തിൽ ഉണ്ടാകാമെന്നാണ് കരുതുന്നത്. അതേസമയം ഒരാഴ്ച മുമ്പാണ് തുടർച്ചയായി 4 ദിവസം എസ്റ്റേറ്റിൽ 103 ഏരിയയിൽ കടുവ ഇറങ്ങി പന്നിയെ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. കാൽപ്പാടുകളും പന്നിയെ ഭക്ഷിച്ചതിന്റെ രീതികളും അവശിഷ്ടങ്ങളുമെല്ലാം പരിശോധിച്ച് കടുവയാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ബുധനാഴ്ച ചേനപ്പാടി ഡിവിഷനിൽ കണ്ടെത്തിയ കാട്ടുപന്നിയുടെ അവശിഷ്ടങ്ങൾ കടുവയോ പുലിയോ ഒന്നുമല്ല എന്നാണ് വനം വകുപ്പ് പറയുന്നത്. അതേസമയം പന്നിയുടെ ചോരയൊലിക്കുന്ന ജഡം കണ്ടതോടെ തൊഴിലാളികൾ ഭീതിയിലാണ്. രാവിലെ വനത്തിനുള്ളിൽ നിന്ന് ഭീകരമായ ശബ്ദം കേട്ടതായും തൊഴിലാളികൾ പറഞ്ഞു. ചേനപ്പാടി പ്രദേശത്തിന്റെയും വള്ളിപ്പൂള, വേപ്പിൻകുന്ന്, ചിങ്കക്കല്ല് ആദിവാസി നഗറുകളുടെയും സമീപത്താണ് ബുധനാഴ്ച വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുണ്ടായത്. ഇത് നാട്ടുകാരിൽ ഭീതി പടർത്താനും കാരണമായിട്ടുണ്ട്. ന്യൂസ് നൗ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.